നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ദശകളിലും ദുരിത പരിഹാരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ നമ്മൾ രാഹുർ ദശയിലെ ദുരിത പരിഹാരങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ രാഹുർ ദശയുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 18 വർഷമാണ് രാഹുർ ദശയുടെ കാലദൈർഘ്യം. അപ്പൊ അതിനെ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനിലയില് ഇപ്പോൾ ജനിച്ച സമയത്ത് ജാതകമോ ഗ്രഹനിലയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് രാഹു നിങ്ങൾക്ക് ഇഷ്ടപ്രദനാണോ അതെയോ അനിഷ്ടപ്രദനാണോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇതിനായി നിങ്ങൾ ആ ഗ്രഹനില നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പരിശോധിച്ച് രാഹു നിങ്ങൾക്ക് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യോ അതെയോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യോ എന്ന് നമ്മൾ നിങ്ങൾക്ക് വിശദമാക്കി തരാം. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനനത്തീയതി, ജനനസ്ഥലം, ജനനസമയം ഇത് മുഴുവൻ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹനില ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് രാഹു ഇഷ്ടപ്രദനാണോ അതെയോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് നമ്മൾ വിശദമാക്കി നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ രാഹു ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങളുടെ ജാതകത്തിലെങ്കിൽ രാഹുവിൻ്റെ ദശ സുഖപ്രദവും തൊഴിൽ ലഭിക്കുന്നതും ബന്ധുപ്രാപ്തിയും തൊഴിൽ അഭിവൃദ്ധി അത് പ്രമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുപോലെ ഐശ്വര്യം, ധനലാഭം, ഭാര്യാപുത്രാദി ലാഭം, അഭീഷ്ട കാര്യസിദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. അതുപോലെ തന്നെ കീർത്തി, ഇപ്പോൾ എഴുത്തുകാർ മറ്റുള്ളവർക്ക് അവർക്ക് കീർത്തി ഉണ്ടാവുക അതുണ്ടാവുക അതൊക്കെ ചെയ്യും. ഇതൊക്കെ അനുഭവത്തിൽ വരും. തൊഴിൽ മേഖലയിൽ ഉന്നതി, പ്രമോഷൻ, അതുപോലെ തൊഴിൽ മാറുക എന്നിട്ട് വേറെ തൊഴിൽ കിട്ടുക ഇങ്ങനെയൊക്കെ അതും ഉന്നതി, ഉയർന്ന നിലയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും അനുഭവപ്പെടും. സഹോദര ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ വിദേശ യാത്ര, അവിടെ സുഖം, ശത്രുനാശം, ഭവനലാഭം, മാന്യത, വലുതായ ധനപ്രാപ്തി, വ്യവഹാരത്തിൽ വിജയം, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വിജയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ഇതൊക്കെയാണ് രാഹു ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായാൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. ഇനി രാഹു അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായാലോ എന്ത് കാര്യത്തിനും അലച്ചില്, ഒരു കാര്യം നടക്കാണ്ട് വരിക, ധനനാശം, അപകടങ്ങൾ, ആയുധങ്ങൾ മൂലം അപകടങ്ങൾ, യാത്രാഹാനി എന്നുവെച്ചാൽ യാത്രയിൽ മുടക്കം വരിക. അപ്പൊ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് ഇന്ന സ്ഥലത്ത് പറഞ്ഞു വെച്ചാൽ അത് നടക്കാണ്ട് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുത്രദുഃഖം, ത്വക്ക് രോഗങ്ങൾ, നീചജനങ്ങളാൽ അപമാനം, ബാല്യകാലത്ത് വിദ്യാഭ്യാസ തടസ്സം, വാർദ്ധക്യത്തിലെ പല്ല്, വായ, കണ്ണ് ഇവകളിലെ രോഗബാധ, രഹസ്യബന്ധങ്ങൾക്ക് സാധ്യത, കടബാധ്യതകൾ വന്നു ചേരുക, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗം ഉണ്ടാവുക, പിതൃദുരിതം, മനോദുഃഖം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ രാഹു ദശയുടെ അന്ത്യകാലം അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദുരിതപ്രദവും അത്യാപത്തുകൾ നിറഞ്ഞതുമാകാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് നിങ്ങൾക്ക് രാഹു ഇഷ്ടപ്രദനല്ലെങ്കിൽ. ദുരിത നിവാരണത്തിനായി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുർ ഗ്രഹത്തിന് പുഷ്പാഞ്ജലി നടത്തുക. അത് ദശ തുടങ്ങി 6 മാസക്കാലം ആഴ്ചയിൽ 1 എന്ന കണക്കിൽ നമ്മൾ പുഷ്പാഞ്ജലി നടത്തുക. രാഹുർ ഗ്രഹ പുഷ്പാഞ്ജലി നടത്തണം. അതുപോലെ ആയില്യം പൂജ 6 മാസത്തിൽ ഒരിക്കൽ ആയില്യം പൂജ നടത്താം. പരദേവതാ ക്ഷേത്ര ദർശനം, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം, യഥാശക്തി വഴിപാടുകൾ ഇതൊക്കെ പക്കപ്പിറന്നാൾ തോറും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. സർപ്പപ്രീതിക്കായി പാട്ട് പാടിക്കുക, പുള്ളം പാട്ട് പാടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ രാഹുപ്രീതിക്കായി വേറെ കാര്യം കർഗഹോമം നടത്താം. അത് 3 മാസത്തിൽ ഒരിക്കൽ നടത്തിയാൽ മതി, അത് ചെയ്യാം. പിന്നെ മൂലമന്ത്രത്തോടെ രാഹു ഗായത്രി മന്ത്രം 108 പ്രാവശ്യം ദിവസവും ജപിക്കുക. അത് ദശ തുടങ്ങി 6 മാസക്കാലം വേണം. അപ്പൊ മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ ഓം രാഹുവേ നമഃ, ഇതാണ് മൂലമന്ത്രം. ഇനി രാഹു ഗായത്രി ഓം നീലവർണായ വിദ്മഹേ സംഹികേയായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്, ഇതാണ് രാഹു ഗായത്രി. ഇത് 108 പ്രാവശ്യം വീതം ജപിക്കാം. പിന്നെ രാഹു ഗ്രഹ സ്തോത്രം അർത്ഥം മനസ്സിലാക്കി 108 പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക. സ്തോത്രം അതല്ല, അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം.
ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് സിംഹികയുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചവനെ, ശിരസോടുകൂടി വിളങ്ങുന്നവനെ, മഹാവീരനെ, സൂര്യചന്ദ്രന്മാരെ ദണ്ഡിപ്പിച്ച് രസിക്കുന്ന രാഹു ഭഗവാനെ അങ്ങയെ ഞാൻ വണങ്ങുന്നേൻ. ഇതെല്ലാമാണ് രാഹു അനിഷ്ട ഫലപ്രധാനായ ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളും. അപ്പൊ സ്വയം ചെയ്യേണ്ട ഈ കർമ്മങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾ ഒരേ സമയം, ഒരേ സ്ഥലത്ത്, ഒരേ ഡ്രസ്സ് ഇട്ട്, ഒരേ ഇരിപ്പിടത്തിലിരുന്ന് ജപിച്ചാല് ഫലം വളരെ കൂടുതലായിരിക്കുന്നതാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, ഉപദേശങ്ങൾക്കും മറ്റും വേണ്ടി ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളോട് എല്ലാം വിശദമായി പറയുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും, മുഴുവനായി കാണാനും, ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.